ഹലോ, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നെന്താണെന്ന് വെച്ചാൽ ഇന്നൊരു ബിരിയാണി ഉണ്ടാക്കുന്നതാണ്. ഒരു സിമ്പിളൊന്നും പറയാൻ പറ്റില്ല, ഒരു ബിരിയാണി റെസിപ്പി. അപ്പോൾ ഇന്ന് കുറച്ചധികം ഉണ്ടാക്കുന്നുണ്ട്. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് കൊണ്ടുപോകണം. അപ്പോൾ അതുകൊണ്ട് കുറച്ച് എക്സ്ട്രാ ആക്കുന്നതാണ്. കുറച്ചധികം രണ്ട് കുട്ടികളാണ് ഉള്ളത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു വലിയൊരു ചെമ്പെടുത്ത് ഗ്യാസിൻ്റെ മേലെ വെച്ചു. കുക്കിംഗ് ഓയിൽ ഒഴിച്ച് കുക്കിംഗ് ഓയിൽ ചൂടായി വന്ന ശേഷം അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് സവാള ഒന്ന് ഫ്രൈ ആയി വഴന്ന് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ സവാള ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് വേറൊരു അടുപ്പിൽ ഞാൻ ചോറ് നമ്മുടെ അരി വേവിക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ട് ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിൽ. ആ സമയം കൊണ്ട് ഉള്ളിയെല്ലാം നല്ലോണം വഴന്നു വന്നു. അപ്പോൾ ഞാൻ കുക്കിംഗ് ഓയിൽ കുറച്ച് എക്സ്ട്രാ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടേനു. അപ്പോൾ ഞാനെന്ത് ചെയ്ത് ഉള്ളി ഇങ്ങനെ വഴറ്റി എടുത്തതിന് ശേഷം ഓയിലെല്ലാം വേറൊരു പാത്രത്തിലോട്ട് ഇങ്ങനെ അരിച്ചൊഴിച്ച് കുറച്ച് മാത്രം മസാലയ്ക്ക് ആവശ്യമായ ഓയിൽ വെച്ചിട്ട് ബാക്കി അങ്ങനെ അരിച്ചൊഴിത്ത് അതിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളി നന്നായിട്ട് ഇങ്ങനെ വഴറ്റിയെടുക്കണം. ഇവിടെ അങ്ങനെ കുറേ മസാല ഇഷ്ടമല്ല. അപ്പോൾ പച്ചമുളക്, ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുത്തത് ഒന്നും നല്ലോണം മിക്സാക്കി വെച്ച് അതിൻ്റെ പച്ചമണം മാറുന്ന സമയം കൊണ്ട് വേഗം വെള്ളം തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു അരിയിലേക്കുള്ള അരി വേവിക്കേണ്ട. അപ്പോൾ അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്തിട്ട് ഗരം മസാലേൻ്റെ പൗഡർ ഇട്ട് കൊടുത്ത്. ഗരം മസാല ഇട്ട് കൊടുക്കില്ല ഞാൻ. അതിങ്ങനെ മക്കൾക്ക് ബിരിയാണിയൊന്നും റൈസൊന്നും അങ്ങനെ മസാല കടിക്കുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, അപ്പോൾ അതിൽ പൊടി ഇട്ട് കൊടുത്താൽ നല്ല ഫ്ലേവറും ഉണ്ടാവും, ചോറിനായാലും നല്ല മണം ഉണ്ടാവും. അപ്പോൾ അതും ഇട്ട് കൊടുത്ത് അരമണിക്കൂർ ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ടേനു ബാസ്മതി റൈസ്. നല്ല വൃത്തിയിൽ കഴുകി അരമണിക്കൂർ കുതിർത്ത് വെച്ച അരിയേനു. അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്ത് അരിയും ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതവിടെ വെച്ച് ആ സമയം കൊണ്ട് ബിരിയാണീൻ്റെ മസാലയിലേക്കുള്ള ഇഞ്ചി വെളുത്തുള്ളിയെല്ലാം നല്ലോണം പച്ചമണമെല്ലാം മാറി നല്ല വഴന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലോട്ട് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു അര സ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു ചെറിയ സ്പൂണിൽ ഗരം മസാല, പിന്നെ ബിരിയാണി മസാല വാങ്ങിക്കുന്ന മറ്റേ പാക്കറ്റില്ലേ, അപ്പോൾ അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരുപാട് മസാല, മല്ലിപ്പൊടി, അങ്ങനെ ഒരുപാട് ഗരം മസാല അങ്ങനെയൊന്നും ഞാൻ ഇട്ട് കൊടുക്കലില്ല. കുറച്ച് മസാല. ഈ മസാലയ്ക്ക് പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് ഒരു കുത്തലുള്ള മസാല എന്നല്ല, അതുകൊണ്ട് ഇത് ഇടയ്ക്ക് ഇട്ട് കൊടുക്കും. നമുക്ക് മാത്രം ഉണ്ടാക്കുമ്പോൾ അത് ഇട്ട് കൊടുക്കില്ല, വെറും ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും. അപ്പോൾ അതും ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെയും പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ചെറിയ ഗ്യാസിൽ ചെറിയ സ്ലോയിൽ വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്, മസാലപ്പൊടികളെല്ലാം മൂപ്പിച്ചെടുക്കുന്നത്. പിന്നെ ഞാൻ ബിരിയാണിയിൽ തക്കാളി അങ്ങനെ ഇടൂല. തക്കാളി ഇങ്ങനെ കഷ്ണമായിട്ട് നിൽക്കുമ്പോൾ ബിരിയാണിയിൽ കുട്ടിയൊക്കെ ഇഷ്ടപ്പെടില്ല ഇവിടെ. അപ്പോൾ അത് വഴന്ന് വന്ന് ഞാൻ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ്. എൻ്റെ മോളധികം ചിക്കൻ അങ്ങനെ കഴിക്കുന്നില്ല, അപ്പോൾ ഉരുളക്കിഴങ്ങ് ഇഷ്ടമാണ് ബിരിയാണിയിലെല്ലാം ഇട്ട് കൊടുത്തല്ലോ. അപ്പോൾ ഒരു ഉരുളക്കിഴങ്ങ് ഞാൻ ഇട്ട് കൊടുക്കും. ഒരു ഉരുളക്കിഴങ്ങ് 4 പീസാക്കിയിട്ട് ഇട്ട് കൊടുത്ത്. അപ്പോൾ അതും ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ ആവശ്യത്തിനുള്ള തൈരും കുറച്ച് മല്ലിയിലയും പുതിനയിലും ഇട്ട് കൊടുത്താൽ നമ്മൾ മസാല റെഡി. തൈര് കുറച്ച് അധികം ഇട്ട് കൊടുക്കും, കാരണം ഞാനിവിടെ തക്കാളി ഇടുന്നില്ലല്ലോ. പിന്നെ ഒരുപാട് മസാലപ്പൊടികൾ ഇട്ട് കൊടുത്താൽ ബിരിയാണീൻ്റെ മസാലക്കൊരു ആ ചിക്കൻ്റെ അങ്ങനെ ടേസ്റ്റൊന്നും കിട്ടില്ല. ഒരു മസാലേൻ്റെ ഒരു കുത്തുന്നൊരു ടേസ്റ്റാണ് കിട്ടുക. അപ്പോൾ ഞാൻ കുറച്ച് മസാല ഇട്ട് കൊടുക്കുള്ളൂ. അപ്പോഴാണ് ബിരിയാണീൻ്റെ മസാലേൻ്റെ ഒറിജിനൽ ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ തൈരും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇതിലോട്ട് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കുന്നില്ല, ആ ചിക്കനിൽ ഇറങ്ങി വരുന്ന വെള്ളവും പിന്നെ തൈരിൻ്റെ വെള്ളവും പിന്നെ ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുത്തിന് ഞാൻ. അങ്ങനെ പകുതിക്കല്ല വെച്ചത്. അപ്പോൾ എഡിറ്റിങ്ങിൽ എൻ്റെ ചെറിയൊരു പ്രോബ്ലം ഉണ്ട്, സോറി. അപ്പോൾ അതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് വെച്ച് ഒന്ന് സെറ്റാക്കിയിട്ട് അവിടെ വെച്ചിട്ട് ഇനി അതിലോട്ട്
കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിന ഇലയും ഇട്ട് കൊടുക്കും. അപ്പോൾ ഈ സമയം കൊണ്ട് അവിടുന്ന് ചെറിയ ഗ്യാസിൽ അരി വേവുന്നുണ്ട്. പിന്നെ ഇങ്ങനെ അരി കുതിർത്തി വെക്കുന്നതുകൊണ്ട് എന്താ ഒരുപാട് സമയം അങ്ങനെ വേവണ്ട. ചില സമയം നമ്മൾ കുറേ സമയം അരി കുതിർത്തി വെച്ച് നമ്മുടെ മസാലയെല്ലാം ആകുമ്പോഴേക്ക് ചിലപ്പോൾ അരിൻ്റെ വേവ് കുറച്ച് കൂടിപ്പോവും. അതൊന്ന് ശ്രദ്ധിക്കണം. ഈ നീളമുള്ള നമ്മളെ ബസ്മതി റൈസ് വെന്ത് പോയാൽ പിന്നെ കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാനിതെല്ലാം മിക്സാക്കി കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒരു ചെറിയൊരു സമയത്തേക്ക് അടച്ച് വെച്ച് അതിലോട്ട് ഇനിയിപ്പോൾ പുതിനയില ഇട്ട് കൊടുത്ത്. പുതിനയില ഞാൻ അരിഞ്ഞിട്ടൊന്നുമില്ല, കൈയോടെ ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഇല അങ്ങോട്ട് കൊടുത്ത്. പിന്നെ മല്ലിയില കുറച്ച് അധികം തന്നെ ഇട്ട് കൊടുക്കും. കാരണം ഞാൻ മല്ലിപ്പൊടിയൊന്നും ബിരിയാണീൻ്റെ മസാലയിലോട്ട് ഇടൂലല്ലോ, വെറും ഗരം മസാലയും മഞ്ഞൾപ്പൊടിയേ ഇടുള്ളൂ. പിന്നെ ആ പാക്കറ്റ് മസാല ഇതിനൊരു 1/4 ഭാഗം ഇട്ട് കൊടുത്തു, ഒരു പാക്കറ്റിൽ അത്രയേ ഉള്ളൂ, ഒരു ചെറിയ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചിട്ട് വെക്കണം. പിന്നെ ഞാൻ ഉള്ളി പൊരിച്ചെടുക്കുന്ന ഉള്ളിയില്ലേ നമ്മളെ ബിരിസ്ത, അതിട്ട് കൊടുക്കും മേലെ കുറച്ചെന്ന് പറഞ്ഞാൽ ഉള്ളി വഴറ്റി കഴിഞ്ഞാൽ മേലെ ഇതെല്ലാം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത ഉള്ളി സവോള ഇട്ട് കൊടുക്കും. അതൊരു നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് അങ്ങനെ ഇട്ട് കൊടുക്കാത്ത ആളെങ്കിലും ഒന്ന് ഇട്ട് കൊടുത്ത് നോക്കുക കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. സവോളൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. അപ്പോൾ ഇത് ബിരിയാണിൻ്റെ മസാലയിലേക്കുള്ള എല്ലാ സാധനങ്ങളും ഇപ്പം എൻ്റെ റെഡിയായി. ഇനി നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. എല്ലാം കൂടി ചപ്പും മല്ലിയിലയും പുതിനയിലയും സവോള ഫ്രൈ ആക്കിയ സവോളയും എല്ലാം ഇട്ട് കൊടുത്ത് ഒന്ന് സെറ്റാക്കിയിട്ട് പിന്നെ കുറേ സമയമൊന്നും ചിക്കൻ കുക്കിംഗ് ആക്കുകയൊന്നും വേണ്ട. ഒന്നെല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേവിച്ച ചോറ് അതിൻ്റെ മേലെ ഇട്ട് കൊടുത്തിട്ട് കുറച്ചധികം സമയം ദമ്മിന് വെച്ചാൽ മതി. ദമ്മിന് എത്ര സമയം വെക്കുമോ അത്ര സമയം എത്ര വെച്ചാലും നല്ല ടേസ്റ്റാണ്. അരിൻ്റെ പാകം നോക്കിയിട്ട് വെക്കണം. ചില സമയം അരി ഒരുപാട് സമയം ദമ്മിന് വെച്ച് കഴിഞ്ഞാൽ അരി വെന്തുടഞ്ഞു പോകും. അപ്പോൾ ഞാൻ പാത്രത്തിലോട്ടൊന്നും അങ്ങനെ അരിച്ച് വെക്കുന്നില്ല. ഇങ്ങനെ ഡയറക്റ്റ് അപ്പുറത്തുനിന്ന് എടുത്ത് ഇപ്പുറത്ത് മസാല ചെമ്പിലോട്ട് ഇട്ട് കൊടുക്കും. അപ്പം ഞാൻ 2 ലെയറായിട്ടാണ് ഇങ്ങനെ ആക്കുക, ദമ്മിടുക ഞാൻ. അപ്പോൾ ആദ്യത്തെ ഇതിട്ട് ഇനി ഇതിലോട്ട് കുറച്ച് ഗീ ഒഴിച്ച് കൊടുക്കും. നമ്മുടെ മല്ലിയില ഇട്ട് കൊടുക്കും. പുതിനയില ഉണ്ടെങ്കിൽ പുതിനയില ഇട്ട് കൊടുക്കുക. എല്ലാം ഒരു ഫ്ലേവർ തന്നെ, എല്ലാത്തിനും ഒരു സ്മെല്ലും ദമ്മ് പൊട്ടിക്കുമ്പോഴൊരു സ്മെല്ലിലെല്ലാം വ്യത്യാസം വരും. പിന്നെ കളറ് ഞാൻ അങ്ങനെ ഒഴിക്കാറില്ല വീട്ടിലേക്ക് ഉണ്ടാക്കുമ്പോൾ. ഇത് പിന്നെ 2 കുട്ടികൾക്കും കൂടി എക്സ്ട്രാ കൊണ്ടുപോകണം. അതുകൊണ്ടൊരു കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ കളറും കുറച്ച് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഗീ ഇട്ട് കൊടുത്ത്. അപ്പോൾ ഞാൻ നേരത്തെ സവാള ബിരിയാണീൻ്റെ മസാലയ്ക്ക് വേണ്ടിയിട്ട് സവാള വഴറ്റി എടുത്ത ഒരു എണ്ണ ഉണ്ടായിരുന്നു, കുക്കിംഗ് ഓയിൽ. അത് ഞാനൊരു പാത്രത്തിലോട്ട് കുറച്ച് ഒഴിച്ച് വെച്ചിരുന്നു അധികമായത്. അപ്പോൾ അതും ഞാൻ മേലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളെ മല്ലിയില ഇട്ട് കൊടുക്കുക. നമ്മുടെ സവാള ഫ്രൈ ആക്കിയ ബിരിസ്ത അതിട്ട് കൊടുക്കുക. ഗരം മസാല പൗഡർ ഇട്ട് കൊടുക്കുക. ഞാൻ പുതിനയില ഇട്ട് കൊടുക്കുന്നുണ്ട്. പുതിനയില ഉണ്ടെങ്കിൽ പുതിനയില ഇട്ട് കൊടുക്കുക. അതെല്ലാം ഒരു ടേസ്റ്റ് കിട്ടും. ആവശ്യത്തിനുള്ള ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഇവിടെ ഞാൻ കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കും. മസാലൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് ഒരുപാടൊന്നും ഇടൂലെന്ന്. ദമ്മിടുന്ന സമയത്ത് കുറച്ച് ഗരം മസാല പൗഡർ ഇട്ട് കൊടുത്ത് കുറച്ച് ഈ റൈസിന് എങ്ങനെയാണെന്ന് വെച്ചാൽ അധികം നമ്മൾ വേവിക്കുന്ന സമയത്ത് ഓയിൽ ഇടൂല. ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ചിലൊരു കുക്കിംഗ് ഓയിൽ ഇടുള്ളൂ. അപ്പോൾ ഈ അരിക്ക് അങ്ങനെ ഓയിൽ നിൽക്കില്ല. അപ്പോൾ ഞാൻ ദമ്മിടുന്ന സമയത്ത് ഇങ്ങനെ ഒന്നിക്ക് ഗീ അധികം ഇട്ട് കൊടുക്കും. ഇനി ഗീ കുറവുള്ള സമയമെങ്കിൽ കുറച്ച് കുക്കിംഗ് ഓയിൽ ഒഴിച്ച് കൊടുക്കും. അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് നമ്മുടെ ബിരിയാണീൻ്റെ ലെയർ സെറ്റായിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മേലെ ഞാൻ ചിക്കൻ്റെ മസാലയൊന്നും ഇട്ട് കൊടുക്കില്ല. ചിക്കൻ്റെ മസാല അവിടെ താഴെ തന്നെ ഉണ്ടാവുള്ളൂ. 2 ലെയർ റൈസ് തന്നെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ആദ്യത്തെ ലെയർ ഇവിടെ സെറ്റായി. ഇനി ഇതിൻ്റെ മേലോട്ട് പിന്നെ അടുത്ത റൈസും കൂടി ഇട്ട് കൊടുക്കും. അങ്ങനെ ചെയ്യുമ്പോൾ അടിയിലുള്ള റൈസിൽ പിടിച്ച മസാലകളെല്ലാം നമ്മുടെ ഉള്ളി പൊരിച്ചതിൻ്റെ എല്ലാം ഒരു ടേസ്റ്റ് വേറെ തന്നെ. ഇത് ഞാൻ എഡിറ്റിംഗ് ആക്കുമ്പോഴാണ് കുറച്ച് ശ്രദ്ധിച്ചത്. കുറച്ച് അധിക സമയം ഇങ്ങനെ പോയില്ലേ. അപ്പോൾ ഞാൻ കളറ് കലക്കിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ വീട്ടിലാക്കുന്ന സമയത്ത് ഞാൻ കളർ ഇടാറില്ല.
അപ്പോൾ അതാണ് കുറച്ച് സമയം പിടിച്ച് ഞാൻ എഡിറ്റിങ് ആക്കുമ്പോൾ ശ്രദ്ധിക്കാൻ വിട്ടുപോയി. അപ്പോൾ രണ്ടാമത്തെ ഇതിൽ റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. രണ്ടാമത്തെ റൈസ് ഇട്ട് കൊടുത്തിട്ട് അതേ ആദ്യം ആക്കി അതന്നെ ഫോളോ ചെയ്യുക. നമ്മുടെ ഗീ, ഗരം മസാല പൗഡർ, മല്ലിയില, പുതിനയില, ഉള്ളി, ഫ്രൈ ചെയ്ത ഉള്ളി, കളറ്, പിന്നെ നമ്മുടെ കുറച്ച് എടുത്ത് വെച്ച ഉള്ളിയിൽ നിന്ന് അരിച്ചിട്ടെടുത്ത് വെച്ച കുക്കിംഗ് ഓയിലും ഇതന്നെ രണ്ടാമതും ഇതന്നെ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് കൊടുക്കണം. കാരണം ചിക്കന് വേവ് കംപ്ലീറ്റ് ആയില്ലല്ലോ. ഇനി ദമ്മിലെ ചിക്കൻ വേവ് കുറച്ചും കൂടി ഒരു അരഭാഗം അരഭാഗേ വേവ് ആവുള്ളൂ. പിന്നെ ബാക്കി പകുതി ദമ്മിലാണ് ഉണ്ടാവുക, ദമ്മിലാണ് വേവ്. അപ്പോൾ ഞാൻ ഒന്നാമത് ചിക്കനിൽ മസാലയിൽ വെള്ളമൊന്നും ആക്കില്ല. കാരണം ഞാനിങ്ങനെ റൈസ് ഡയറക്റ്റ് ഇട്ടിട്ട് ഇപ്പുറത്തേക്ക് ഇടുന്ന സമയത്ത് കുറച്ചെങ്കിലും വെള്ളം ഉണ്ടാവുമല്ലോ റൈസിൽ. അപ്പോൾ അത് പിന്നെ താഴോട്ട് പോയിട്ട് ചിക്കനിലൊന്ന് മിക്സ് ആയിക്കോളും. അപ്പോൾ ദമ്മിന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അടുക്കി പിടിക്കുകയൊന്നുമില്ല. അപ്പോൾ ഇത് രണ്ടാമത് ഞാൻ ആ റൈസിൻ്റെ മേലെ കളറ്, ഗീ, മല്ലിയില, പുതിനയില, ഫ്രൈ ചെയ്ത ഉള്ളി എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുക്കിംഗ് ഓയിൽ നന്നായിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കാരണം ഇത് ഒരുപാടൊന്നും ഓയിലാവില്ല, നമുക്ക് കണക്കിനെ ഓയിലാവുള്ളൂ. കാരണം ഈ റൈസിൻ്റെ ഞാൻ പറഞ്ഞില്ല, ഈ റൈസ് ഒരു ഓയിൽ പിടിക്കാത്തൊരു റൈസാണ്. അപ്പോൾ അതും ഒന്ന് സെറ്റാക്കി നന്നായിട്ടൊരു മൂടി വെച്ച് അതിൻ്റെ മേലെ എന്തെങ്കിലും വെയിറ്റും വെച്ചിട്ടൊരു ഞാൻ എത്ര മിനിറ്റ് വെച്ചിന്, ഒരു 20 മിനിറ്റോളം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു ദമ്മിൽ. അപ്പോൾ എൻ്റെ മൂടി കുറച്ചൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു ഈ ചെമ്പിൻ്റെ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അടിയിലത്തെ ഭാഗത്തൊരു സ്റ്റീലിൻ്റെ വലിയൊരു പ്ലേറ്റ്, ആ ചെമ്പിന് കണക്കായ ഒരു പ്ലേറ്റ് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേലെ മൂടി വെച്ചിട്ട് വെയിറ്റ് വെച്ച് കൊടുത്ത്. അപ്പോൾ ദമ്മ് ഇങ്ങനെ പുറത്ത് പോകില്ല, ആവി പുറത്ത് പോകില്ല. അപ്പോൾ നന്നായിട്ട് കുക്കിംഗ് ഓയിൽ ഒഴിച്ച്, ഇത് കാണുമ്പോൾ പേർക്ക് ഒരുപാട് ഓയിൽ ഉണ്ടാവും റൈസിൽ, ഇങ്ങനെ ഉണ്ടാവുന്നില്ല, കണക്കായിട്ടേ ഉണ്ടാവുള്ളൂ. പിന്നെ ആ ഓയിൽ നമ്മൾ ഉള്ളി ഇങ്ങനെ വഴറ്റി എടുത്ത് വെച്ച് ഓയിലാകുമ്പോൾ അതിനൊരു ഫ്ലേവർ കൂടുതലുണ്ടാവും. അപ്പോൾ ഇതൊക്കെ സെറ്റായി ഒരു മൂടി എടുത്ത്, ഇതിൻ്റെ താഴെ ഒരു സ്റ്റീലിൻ്റെ താട്ടുണ്ട് കേട്ടോ, അതിൻ്റെ മേലെ ഈ മൂടി വെച്ച് അതിൻ്റെ മേലെ ഒരു ഇഷ്ടിക പോലത്തെ ഒരു സാധനം ഉണ്ട് ഇവിടെ, നമ്മുടെ കത്തിയെല്ലാം ഇങ്ങനെ മുറിച്ചുണ്ടാക്കുന്ന ഒരു കല്ല്. അപ്പോൾ അതും വെച്ച് ഒരു 20 മിനിറ്റ് അവിടെ വെച്ചു. ഇനി നമ്മൾ ദമ്മ് പൊട്ടിക്കുക. ഈ പ്ലേറ്റ് എടുക്കാൻ കുറച്ച് പണിയാണ് അതിൻ്റെ മേലേന്ന്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള, നല്ല ഇങ്ങനെ കാണുമ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോയെന്ന് അറിയില്ല, പക്ഷെ നല്ല ടേസ്റ്റാണ് ഈ ബിരിയാണി. ഒരുപാട് മസാലേൻ്റെ കുത്തൊന്നുമില്ല, ഇങ്ങനെ മസാല പൊടികളെ കുത്തൊന്നുമില്ല ബിരിയാണീൻ്റെ മസാലയ്ക്ക്. അപ്പം നല്ല സൂപ്പറായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി റെഡിയായി. ഇതിപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ കിടക്കുന്നത്, ഞാനിങ്ങനെ ആക്കില്ല, ഞാൻ ലൈറ്റ്ലി ആയിട്ട് എടുക്കുകയേ ചെയ്യുള്ളൂ. കാരണം റൈസ് പൊട്ടിപ്പോകുന്നുള്ള പേടിയുണ്ട്. അപ്പം ഇത് ഇത്ര വീഡിയോ ഉള്ളൂ, ബാക്കി വീഡിയോ ഞാൻ ഇങ്ങനെ വീഡിയോ ചാലു വെക്കാൻ മറന്നുപോയി. അപ്പോൾ ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.